തീർച്ചയായിട്ടും വലിയൊരു അഭിമാനകരമായിട്ടുള്ള ഒരു അപ്രീസിയേഷനാണ് ഓപ്പൺ കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത്. കേരള പോലീസിൽ അതിവിദഗ്ധമായിട്ട് എത്ര വൈദഗ്ധ്യത്തോടു കൂടിയാണോ ഈ ക്രൈം ചെയ്തത്, പക്ഷേ അതിനേക്കാൾ അതിവൈദഗ്ധ്യത്തോടു കൂടി പോലീസിന് ഇത് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു വലിയ ഒരു അപ്രീസിയേഷനാണ്. അതുപോലെ വളരെ സന്തോഷമുണ്ട് ഈ ഷാരോൺ രാജിന്റെ കുടുംബത്തിന് ഒരു നീതി കിട്ടി എന്നുള്ളത്. അങ്ങനെ ഈ സാഹചര്യ തെളിവുകൾ, ഈ പ്രതിയുടെ പ്രായം, ഇതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളുടെയും പ്രതിഭാഗം വാദങ്ങളുടെ ചിറകരിഞ്ഞു കോടതി. തീർച്ചയായിട്ടും, കാരണം കോടതി കണ്ടെത്തിയത് പ്രായത്തിന്റെ യാതൊരു ആനുകൂല്യവും ലഭിക്കാൻ ഇതിന് ഈ പെൺകുട്ടിക്ക് ഗ്രീഷ്മയ്ക്ക് അർഹതയില്ല എന്ന് കണ്ടെത്തിയതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പ്രായത്തിനുള്ളിൽ ഒരു ക്രൈം ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഒരു ഈവിൾ മൈൻഡോടുകൂടി ഇത്രയും സെർച്ച് ചെയ്ത് 5 മാസത്തെ ഒരു മുന്നൊരുക്കം നടത്തിയിരിക്കുന്ന ഈ പ്രതി അതേ പ്രായത്തിലുള്ള ഒരു സുഹൃത്തിനെ, അതും പ്രണയത്തിന്റെ പേരിൽ പ്രണയം നടിച്ച് ചീറ്റ് ചെയ്ത് വിശ്വാസ വഞ്ചന നടത്തി ചെയ്തിരിക്കുന്ന ഒരു കൊലപാതകമാണ്, ക്രൂരമായ കൊലപാതകം. കൂടാതെ നാക്ക് മുതൽ അല്ലെങ്കിൽ വായ് മുതൽ ലിംഗം വരെ എല്ലാ അവയവങ്ങളിലൂടെയും ബ്ലീഡ് ചെയ്തതായിട്ടുള്ള എവിഡൻസ് കോടതി കണ്ടപ്പോൾ ഈ 11 ദിവസം ആ ചെറുപ്പക്കാരൻ അനുഭവിച്ച വേദന എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന അനുഭവിച്ചു. അപ്പോഴും ആ പ്രണയത്തിന്റെ ആ വിശ്വാസം അടിച്ചേൽപ്പിച്ച് ഇമ്പോസ് ചെയ്ത ആ ഒരു കൺസെപ്റ്റിലൂടെ ഷാരോൺ രാജ് അവസാന നിമിഷം വരെയും 22-ാം തീയതി അച്ഛനോട് ഇത് മരണമൊഴിയിലൂടെ വെളിപ്പെടുത്തും വരെയും ഗ്രീഷ്മയുടെ പേര് പറഞ്ഞില്ല എന്നുള്ളത് തന്നെ കോടതി എടുത്തു പറഞ്ഞൊരു കാര്യം. അത്രയധികം ഡീപ്പായിട്ട് പ്രണയത്തിന്റെ പേരിൽ അയാൾ ഈ ഗ്രീഷ്മയെ വിശ്വസിച്ചിരുന്നു എന്നുള്ളത്. ഈ ഗ്രീഷ്മയ്ക്ക് വിനയായത് ജ്യൂസ് ചലഞ്ചിൽ ഏറ്റവും കൂടുതലായി. തീർച്ചയായിട്ടും അതും കോടതി എടുത്തു പറഞ്ഞു. കാരണം ഈ ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തി കുടിപ്പിക്കുന്ന സമയം അയാൾ ഇത് വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വീഡിയോ ഒന്നും എടുക്കണ്ട എന്ന് അവിടെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് തന്നെ വീഡിയോ എടുത്താൽ എന്താ ഒരു സാധാരണ രീതിയിലുള്ള ഒരു തമാശയാണെങ്കിൽ എന്നുള്ളതാണ്. പക്ഷേ അതിനകത്ത് ആ ഒരു ഗിൽറ്റി ഇന്റൻഷൻ ആ സമയത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് വെളിവാകുന്നതായിട്ടും കോടതി ജഡ്ജ്മെന്റിൽ വിലയിരുത്തി.